ഭക്തരെ, ചോറോട്ടൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ 3-ാം ഭാഗം ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. ഇതിനു മുമ്പുള്ള 2 ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ ഭാഗത്ത് പ്രധാനമായും ശ്രീമദ് ഭാഗവത പാരായണമാണ് ഞങ്ങൾ ചേർത്തിട്ടുള്ളത്. അനുബന്ധ ചടങ്ങുകളും. ശ്രീ ചോറോട്ടൂർ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര പരിസരം ഞങ്ങൾ കാണുകയായിരുന്നു. പ്രകൃതി മനോഹരമായ ധാരാളം ആൽമരങ്ങളുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ ചോറോട്ടൂർ ഭഗവതി ക്ഷേത്രം. ഈ കാഴ്ചകളിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. ആൽമരത്തെ സംരക്ഷിക്കാനുള്ള നമ്മുടെ എല്ലാ ശ്രമങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്ന് നമുക്ക് തോന്നുന്നു. ഇത്രയും പഴക്കമുള്ള ആൽമരങ്ങൾ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ആൽമര പ്രദക്ഷിണം ഒരു ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങാണ്. ക്ഷേത്രങ്ങളിൽ ഉച്ചയ്ക്ക് മുമ്പുള്ള ദർശനത്തിൽ ആൽമരത്തെ 7 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം എന്നതാണ് ചടങ്ങ്. സപ്താഹവേദിയിൽ നിന്ന് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ മധുരമായ ആ ശ്ലോകങ്ങൾ ഞങ്ങളുടെ കാതുകളിൽ ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. ഈ ക്ഷേത്ര പരിസരത്തിലെ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്കത് ശ്രദ്ധിക്കാം. ഹരി ഓം. ദർശനീയതിലഗോവനമാല ദിവ്യഗന്ധ തുളസീ മധുമസ്തേ അളികുലെ അലകുഗീതമഭീഷ്ടം ആർത്തിയന്യർത്തി സന്ധിത വേണു സരസി സാരസഹംസവിഹംഗ ചാരുഗീതകൃതചേതസഹേത്യ ഹരിമുപാസതേയത ചിത്ത അന്തമീജിതദൃശോധൃതമൗനാം സഹബലസ്മൃതവദം സവിലാസ സാനുഷുഷിതി മൃദോ സൃജദേവ്യ ഹർഷയന്യർത്തി വേണുരവേണ ജാതഹർഷ ഉപരംഭതി വിശ്വം മഹദതിക്രമണ ശങ്കിതചേത മന്ദമന്ദമനുഗർജതി മേഘ സുഹൃതമഭ്യവർഷൽ സുമനോഭി ഛായയാ ച വിദധൽപ്രദഭദ്രം വിവിധോപചരണേഷു വിദഗ്ധോ വേണുവാദ്യ ഗുരുധാ നിജശിക്ഷ തവ സുദസ്സവിയതാഭരബിംബേ ദത്തവേണുരനയൽ സ്വരജാതി സവനശസ്തുപധാര്യ സുരേശ ചക്രശർവ പരമേഷി പുരോഗ കവയ ആനദഗന്ധരചിത്ത കശ്മലം ഗിരുനനിശ്ചിതതത്വ നിജപദാബ്ജതലേ ധ്വജവജ്ര വീരചാങ്കുശവിചിത്രലലാമേ ധ്വജഭുവക്ഷമയൻ പുരനോദം പശ്മതുല്യഗതിരീഡിത വേണു ൃജലിതേന വയം സവിലാസ വീക്ഷണാത്മികമനോഭവവേഗ ഭുജഗതിം ഗമിദാനവിദാമ കശ്മലേന തവരം വസനം വാം മണിധരക്വചിതാഗണയൻഗ മാലയാദയിതഗന്ധതുളസ്യ പ്രണയിനോനുചരസ്യ ഗദാംസെ പ്രക്ഷിവൻ ഭുജമഗായതയത്ര കൊണിതവേണുരവവഞ്ചിതചിത്ത കൃഷ്ണമന്വസതകൃഷ്ണഗൃഹിണ്യ ഗുണഗണാർണമനുഗത്യ ഹരിണ്യോ ഗോപിക ഇവ വിമുക്തഗൃഹാശ കുന്ദരാമകൃതകൗതുകവേഷോ ഗോപഗോധനമൃദോ യമുനായ നന്ദസൂനുരനഖേതവത്സോ നർമ്മദ പ്രണയിനാം വിജഹാര മന്ദവായുരുപവാക്യനുകൂലം പാനയന്മലയജസ്പർശേന വന്ദിനസ്തൗപദേവഗണായേ വാസ്യഗീതപരിവ്രോ വത്സലോ ഭുജഗവാക്യനരോ അന്യമാനകരണപരിവൃദ്ധേ കൃഷ്ണബോധനമുപോഹ്യദിനാന്തേ ഗീതവേണുരനുകേഷിതകീർത്തി ഉത്സവം സമരുജാമിഷീനാം ഉന്നയൻ സുരരജസ്തുരിതസ് നിർത്തയൈതി സുഗദാസിതയേഷ ദേവകീചരഭോരുരാജ മദവിഭൂഷിതലോചനയേഷ മാനദസ്തുസുഹൃദാപനമാലി ബദരപാണ്ഡുപദനോ മൃദുഗന്ധം മണ്ഡയൻ കനകകുണ്ടലലക്ഷ്മ്യ യദുപദേ സ്ഥിരതരാജവിഹാരോ യാമിനീ പതിവൈഷവിനാന്തേ മുദിതവസ്ത്ര ഉഭയാം ദുരന്തം മോദയൻ ജഗവാം ദിനതാപം
വാച ഏവം ശരീരാനുവായതി ദേവിയെ സുഗത്പിതാപന്മനസ്കാമോദയ ശ്രീഹരേ നമ. ശ്രീപുത്രാർപ്പണമസ്തു. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസംഹിതായ കൃഷ്ണസ്കന്ധേ പൂർവാർദ്ധേ വൃന്ദാവന ക്രീഡായ ഗോപികായുഗളഗീതം നാമ പഞ്ചസംസപ്തമോധ്യായ. ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ദുഃഖമുള്ളൂ. ഇതേ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ദുഃഖറിയുന്നു? നല്ല ദുഃഖവും പൊട്ടിക്കരച്ചിലൊക്കെ ആയിട്ടുള്ള ദിവസം നിങ്ങളുടെ ബന്ധുക്കൾ എന്താ ചെയ്യാൻ? എന്തെങ്കിലും മരുന്ന് നിങ്ങൾ ഏർപ്പെടുത്തി ഉറങ്ങും. എവിടെ പോയി ദുഃഖം? ഞാൻ എന്നുള്ളത് ആണ് ദുഃഖം അനുഭവിക്കുന്നതിൽ രണ്ട് ഞാനില്ലല്ലോ. അത് പുറപ്പെട്ടു. ഉറക്കത്തിലൊരു ഞാൻ, ഉണർന്നിരിക്കുന്ന ഞാൻ, പിന്നെ സ്വപ്നത്തിൽ ഞാൻ. ഏതോ സമയം നന്ദനത്തിലെ പറഞ്ഞു കുമ്പിടിയ ഇവിടെ കണ്ടു അവിടെ കണ്ടു എന്ന് പറയുന്ന പോലെ ഇങ്ങനെ മൂന്ന് ഞാനുണ്ട്. ഒരേ ഞാൻ അവസ്ഥയ്ക്കനുസരിച്ച് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആലോചിച്ച് നോക്കൂ, ഉണർന്നിരിക്കുന്ന എനിക്ക് ദുഃഖമുണ്ടാവും. ഇതേ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് എനിക്ക് ദുഃഖമില്ല. ഇതേ ഞാൻ സ്വപ്നം കാണുമ്പോഴും മാറി നിൽക്കുകയാണ്. ഇതിൽ ഉണർന്നിരിക്കുന്ന ഞാനിനെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാവട്ടെ കാണിക്കാം. ഒരു കാര്യമൊക്കെ സ്വപ്നത്തിലെ ഞാനിൽ നമുക്കൊരു സ്വാതന്ത്ര്യമില്ല. ശുദ്ധമായ ജ്ഞാനപ്പെടാം. ശുദ്ധമായ ജ്ഞാനെന്നുള്ള ഭാവപ്പെടാന്നറിയോ? സ്വപ്നം കാണുന്നത്. നിങ്ങളൊക്കെ സ്വപ്നം കണ്ടിട്ടില്ല? പേടിപ്പിക്കുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. അതില്ലാത്തൊരു സ്വപ്നം കാണാൻ ഭാഗ്യം ചെയ്യണം. കാരണം അതിന് ഇതൊന്നും ബാധകമല്ല. കാരണം എല്ലാ അനുഭവങ്ങളുടെയും സാക്ഷിയാണ് ഞാൻ എന്ന് ഈ ഉടല് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്വപ്നങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്? ഞാനൊന്ന് കണ്ടു. സ്വപ്നത്തിൽ നിങ്ങൾ പലതും കണ്ടാവും. സന്തോഷമായിട്ട് പൊട്ടിച്ചിരിക്കുന്നത് പലതും കണ്ടാവും. അതൊക്കെ കണ്ട് നിങ്ങൾ തന്നെ ആസ്വദിച്ചിട്ട് ഉണർന്നിട്ട് പറയും ഞാൻ സ്വപ്നം കണ്ടു. ആ കണ്ട ആൾക്ക് ഒരു കുഴപ്പമില്ല. കാണുന്ന കാഴ്ചകളാണ് നമ്മളെ പ്രയാസപ്പെടുത്തുന്നത്. ഞാനിനപ്പുറം പ്രശ്നമില്ല. ആ ഞാന് നമുക്ക് ഒന്നും എന്താ പറയുക അവിദ്യകൾ ചേർക്കാൻ പറ്റില്ല. ഇത് വളരെ എന്താ പറയുക ഇരുന്ന് ആലോചിച്ചാൽ നമ്മൾ പതുക്കെ പതുക്കെ ഉൾവഴിയാൻ ഉള്ളിലേക്ക് വരിയാൻ തുടങ്ങും. എന്നാണ് പലർക്കും ഇഷ്ടമില്ലാത്തത്. ഈ ബ്രഹ്മമാകുന്നു. നമ്മളൊരു ദിവസം പറഞ്ഞു 4 വേദങ്ങളുണ്ട് എന്നില്ലേ? ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഓരോ വേദത്തിനും ഉപനിഷത്തുകളുണ്ട് എന്ന് പറഞ്ഞു. ഓരോ ഉപനിഷത്തുകൾക്ക് ഒരേ മഹാവാക്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ. പിന്നെന്താ? ഞാൻ മറന്നുപോയി. പറഞ്ഞത് ഞാൻ മറന്നുപോയി. അത് പറഞ്ഞു തത്വമസി അഹം ബ്രഹ്മാസ്മി തത്വമസി. എഴുതി നോക്കാനല്ല. അയമാത്മാ ബ്രഹ്മ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ. ഇങ്ങനെ 4 മഹാവാക്യങ്ങളിലാണ് ഉപനിഷത്തുകളുടെ രഹസ്യം കടക്കുന്നത്. ഈ 4 മഹാവാക്യങ്ങളുടെയും വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതവും പ്രത്യേകിച്ചും പരീക്ഷത്തിന് കൊടുക്കുന്ന ബ്രഹ്മോപദേശം. അതുകൊണ്ട് ഈ ഒരു അധ്യായം വളരെ പ്രാധാന്യമാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാ ബ്രഹ്മാനം പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ. അപ്പൊ ഈ മഹാവാക്യങ്ങൾ നമ്മൾ എന്നൊന്നും ചിലപ്പോൾ ഓർത്തു എന്ന് വരില്ല. ഇപ്പൊ ഓർക്കുക, ഈ നിമിഷത്തിൽ ഓർക്കുക, ഉറപ്പിക്കുക. പരീക്ഷയ്ക്ക് അതായി തീരാൻ പോകുകയാണ്. ശ്രീമദ് ഭാഗവതത്തിലെ 12ാമത്തെ അധ്യായം 12ാമത്തെ സ്കന്ധം 5ാമത്തെ അധ്യായം 13 ശ്ലോകങ്ങളുണ്ട്. ഇത് വളരെ മുഖ്യം.
വായിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും ചെയ്യാം. ഭാഗവത ഗ്രന്ഥങ്ങളൊരു നോക്കി ഉറക്കെ വായിക്കുക. നമ്മളുടെ എല്ലാവരുടെയും ശബ്ദം ഒന്നായി മാറണം. എല്ലാവർക്കും ഈ ബ്രഹ്മോപദേശം അനുഭവമാവട്ടെ, അനുഗ്രഹമാവട്ടെ. ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീശുക ഉവാച അത്രാനുവർണ്യതേ ഭീഷ്ണം വിശ്വാത്മാ ഭഗവാൻ ഹരി യസ്യ പ്രസാദയോ ബ്രഹ്മാ രുദ്രക്രോധസമുദ്ഭവ ത്വം തു രാജന്മരിഷ്യേതി പശുബുദ്ധിമിമാം യഹി ന ജാതഃ പ്രാഗഭൂതോദ്യ ദേഹവത്വം ന നംഷ്യസി ന ഭവിഷ്യസി ഭൂത്വാ ത്വം പുത്രപൗത്രാദിരൂപവാൻ ബീജാങ്കുരവദ്ദേഹ വ്യതിരിക്തോ യഥാനല സ്വപ്നേ യഥാ ശിരച്ഛേദം പഞ്ചത്വാദ്യാത്മനഃ സ്വയം യസ്മാൽ പശ്യതി ദേഹസ്യ തദ ആത്മാ ഹ്യജോമയ ഘടേ ഭിന്നേ യഥാകാശ ആകാശസ്യായഥാ പുരാ ഏവം ദേഹേ മൃതേ ജീവോ ബ്രഹ്മ സമ്പദ്യതേ പുനഃ മനസ്സൃജതി വൈ ദേഹാൻ ഗുണാൻ കർമാണി ചാത്മനാ തന്മനസ്സൃജതേ മായ തതോ ജീവസ്യ സംസൃതി സ്നേഹാധിഷ്ഠാനവദ്യഗ്നി സംയോഗോ വ്യാവരീയതേ തതോ ദീപസ്യ ദീപത്വം ഏവം ദേഹവൃതോ ഭവ രജസത്വതമോ വൃത്യ ജായതേ വിനശ്യതി ന തത്രാത്മാ സ്വയം ജ്യോതി യോ വ്യഗ്രാവ്യഗ്രയോഃ പരഃ ആകാശ ഇവ ചാധാരോ ധ്രുവോനന്ദോപമസ്തഥാ ഏവമാത്മാനമാത്മസ്ഥം ആത്മനൈവാമൃഷ പ്രഭോ ബുദ്ധ്യാനുമാനഗർഭിണ്യാ വാസുദേവാനുചിന്തയാ ചോദിതോ വിപ്രവാക്യേന നത്വാം ഗച്ഛതി രക്ഷക മൃത്യവോ നോപഭക്ഷ്യന്തി മൃത്യൂനാം മൃത്യുമീശ്വരം അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷൻ ആത്മാനം ആത്മന്യാധായ ഈ ശ്ലോകം 3 പ്രാവശ്യം ചൊല്ലാം. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷൻ ആത്മാനം ആത്മന്യാധായ നിഷ്കളേ അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷൻ ആത്മാനം ആത്മന്യാധായ നിഷ്കളേ ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാനനൈഃ ന ദ്രക്ഷ്യസി ശരീരം ച വിശ്വം ച പൃഥഗാത്മനാ ഏതത്തേ കഥിതം താത യഥാത്മാ പൃഷ്ടവാൻ നൃപ ഹരേർവിശ്വാത്മനശ്രേഷ്ഠ കിം ഭൂയഃ ശോതുമിച്ഛസി. ശ്രീഹരേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ബ്രഹ്മോപദേശോ നാമ പഞ്ചമോധ്യായ. സർവത്ര ഗോവിന്ദനാമ. ഇവിടെ വായിച്ചവര് കൊടുത്ത് നമസ്കരിച്ച് സിദ്ധനായിത്തീരുന്നു, അനുഗ്രഹീതനായിത്തീരുന്നു. തൻ്റെ ശിഷ്യനെ ഭഗവാങ്കലിലാക്കി
ശിശുബ്രഹ്മഋഷി തൻ്റെ മടക്കയാത്ര ആരംഭിച്ചു. അതിനുശേഷമാണ് സദസ്സ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയുള്ളത് കൊണ്ട് പിന്നീട് അവിടെ നടന്നു ഒന്നും കുറച്ച് നേരത്തേക്ക് അറിഞ്ഞില്ല എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീശുകനെ കാണാനില്ല. പരീക്ഷത്ത് ബ്രഹ്മനിർവാണാനുഭൂതിയിലിരിക്കണം. സദസ്സിലിരിക്കുന്നവർക്കൊക്കെ മനസ്സിലായി പരീക്ഷത്ത് ആ ശരീരത്തെ ഉപേക്ഷിച്ചതാ പോയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തെ ബഹുമാനിച്ച് നമസ്കരിച്ച് അവിടുന്ന് പോവുകയാണ്. കാരണം ഈ മഹാത്മാവ് നിമിത്തം ഭാഗവതം ഞങ്ങൾക്ക് ഭഗവാന്റെ ഇഷ്ടപ്പെട്ട ആ രൂപത്തെ ശിശുവിനിൽ കൂടെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന നിർവൃതി പ്രകടിപ്പിച്ചും കൊണ്ട് അവരൊക്കെ യാത്രയായി. ഏറ്റവും അവസാനം രക്ഷകൻ വന്ന് ആ രൂപവും മറച്ചു എന്ന് മാത്രം. പിന്നീട് വ്യാസന്റെ ചില പ്രവൃത്തികളെ പറഞ്ഞ് പുരാണ സംഖ്യയെക്കുറിച്ചൊക്കെ പറഞ്ഞ് പുരാണങ്ങളുടെ മുഴുവൻ ആചാര്യസ്ഥാനം ലഭിച്ചതായ മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ, മൃഗണ്ടുവിൻ്റെ പുത്രൻ മാർക്കണ്ഡേയൻ്റെ കഥ പറഞ്ഞ് ഭാഗവതം സമ്പൂർണ്ണമാക്കുകയാണ്. നമുക്കതിലേക്ക് കിടക്കാം. സൂത ഉവാച ഏതം നിശമ്യമുനിനാഭിഹിതം പരീക്ഷ്യം വ്യാസാത്മജേന മിഥിലാത്മദൃശാസനേന തത്പാദമൂലമുപസൃത്യ നവേന മൂർധ്നാ തദ്ധാഞ്ജലിസ്തമിതമാഹ സ വിഷ്ണുരാഗ. രാജോവാച സിദ്ധോസ്മനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മനാ ശാവിദോ യജ്ജ മേ സാക്ഷാത് അനാദിനിധനോ ഹരി. നാത്യദ്ഭുതമഹം മന്യേ മഹതാമച്യുതാത്മനാ അജ്ഞേഷു താപതപ്തേഷു ഭൂതേഷു യദനുഗ്രഹ. പുരാണ സംഹിതാ വേദ അശ്രൗഷ്മ ഭവതോ വയം യസ്യാം ഖലുത്തമ ശ്ലോകോ ഭഗവാൻ അനുവർണ്യതേ. ഭഗവംസ്തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. അനുജാനീഹി മാം ബ്രഹ്മൻ വാചം യച്ഛാമ്യഥോക്ഷതേ. മുക്തകാമാശയം ചേത പ്രവേശ്യ വിസൃജാമ്യസൂൻ. അജ്ഞാനം ച നിരസ്തം മേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാ. ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവത്പദം. സൂത ഉവാച ഇത്യുക്തസ്തമനുജ്ഞാപ്യ ഭഗവാൻ വാദരായണി ജഗാമഭിക്ഷുഭിः സാധം നരദേവേന പൂജിതാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജയ ബോലോ സദ്ഗുരു മഹാരാജ് കി. ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രദ്ധിച്ചിരുന്ന് കേട്ടോ. പരീക്ഷിത വിരാജശ്രീ ആത്മജ്ഞാനമാത്മനാ സമാധാന പ്രാപൂലേവീനോ ദുർഗാമൂലൗദന്മുഖ. ബ്രഹ്മബോധോ മഹായോഗി നിസ്സംഗ ഛിന്ന സംശയ. തക്ഷക പ്രഹിതോ വിപ്രാവൃദ്ധേന ത്രിജസൂനുന ഹന്തുമാവോ നവം ഗച്ഛന്നദർശമതിദർശ്യവ. തം തർപ്പയിത്വാ ദ്രവിണേ വർഗവിഷഹാരിണം നിജരൂപമതിച്ഛന്നാമാരോഗോദശന്നവ. ബ്രഹ്മബോധസ്യ രാജശ്രീ ദേവോ വിജരടാഗ്നിന ബഭൂവ ഭസ്മസാ സദ്യ പശ്യതാം സർവദേഹിന. ആഹാഹാരോ മഹാനാസി ഭൂമിജേ ദിക്ഷു സർവദാ. വിസ്മിതാഭിഭവൻ സർവേ ദേവാസുരനരാധയ. ദേവദന്തുവയോ നേതു ഗന്ധർവാക്ഷരസോ ജഗോ വവൃഷ പുഷ്പവർഷാണി വിബുധാ സാധുവാദിന. ജനമേജയസ്വവിതരം സുത്വാ കക്ഷകപക്ഷിതം യഥാഭാവ സംവൃദ്ധോ നാഗാൻ സത്രേ സഹദ്വിജേ. സർപ്പസത്രേ സമിദ്ധാത്മോ ദിശ്യമാനാൻ മഹോരകാൻ ദൃഷ്ട്വേന്ദ്രം ഭയസംവിഘ്ന ദക്ഷക ശരണം യയോ. അവശ്യം ദക്ഷകം തത്ര രാജാ പരീക്ഷിതോ ദ്വിജാൻ. ഉവാച ദക്ഷക കസ്മാന്നദേഹ്യേതോരഗാധമ. തം ഗോപായുധി രാജേന്ദ്ര ശരണമാഗതം തേന സംസംവിത സർപ്പ തസ്മാനാത്മോപദത്യസോ. പരീക്ഷിതൈः ശ്രുത്വാ പ്രാഹൃത്യുദാരതേ സഹേന്ദ്ര തക്ഷകോ വിപ്രാപ്നോതി വിധിവാദ്യതേ. തക്ഷുദ്വാ വാജുഭൂർവിപ്ര സഹേന്ദ്രം തക്ഷകം മഖേ.
തക്ഷകാശുപദസ്വേഹ സഹേന്ദ്രേണ മരുദ്ഗതാം ഇതി ബ്രഹ്മോദിതാക്ഷേപേ സ്ഥാനാദിന്ദ്ര പ്രജാനിതാം ബഭൂവ സംഭ്രാന്തമതി സവിമാനസദക്ഷകാം തം വദന്തം വിമാനേന സഹദക്ഷകമംബരാ വിലോക്യാംബിരസപ്രാഹ രാജാനന്ദം ബൃഹസ്പതി നൈഷത്വയാ മനുഷ്യേന്ദ്രാവധമർഹതി സർപ്പരാ അനേന വീതമോദമധവാ അജരാമനാ ജീവിതം മരണം ജന്തോ ഗതിസ്വേനൈവ കർമ്മണ രാജം സദോന്യോനാന്യസ്യാം പ്രദാദാസുഖ ദുഃഖയോ സർപ്പചൗരാഗ്നിവിദ്യുദ്ഭ്യാക്ഷത്രവ്യാധാതിവിർണവ പഞ്ചത്വമുച്ഛതേ ജന്തോർഭുക്താരബ്ധകർമ്മദൻ തസ്മാത് സത്രമിദം രാജൻ സംസ്ഥീയേതാഭിചാരികം സർപ്പ അനാകസോ ദഗ്ധാജനൈതിഷ്ഠം ഹി ഭുജ്യതേ സൂത ഉവാച ഇത്യുക്ത സഹദേത്യാഹാമകർഷേമാനയൻ വജ സർപ്പസത്രാദുപരദാ പൂജയാമാസ വാഗ്പദേ സൈഷാ വിഷ്ണോ മഹാമായ വാധ്യയാ ലക്ഷണായയാ മുഖ്യസൈവ ഭൂതാത്മാ ഭൂതേഷു ഗുണവൃത്തിഭിः നയത്രജം ഭീത്യഭയാവിനാശിതാ മായാത്മവാദേ സകൃതാത്മവാദിഭിः നയദ്വിവാദോ വിവിധസ്തദാശയോ മനശ്ച സങ്കല്പ വികല്പവൃത്തിയൻ നയത്ര സൃജ്യം സൃജതോ ഭയോവരം ശ്രേയശ്ച ജീവാശ്ച വിരഞ്ജിതസ്തുഹം തദേതദുത്സാദിതമാധ്യമാനകം നിഷിദ്ധ്യോർമിൻവിരമേ സ്വയം മുനിം പരംപദം വൈഷ്ണവമാമനന്ദിതൻ എന്നേതിനേതിക്കദുൽസൃക്ഷവ വിസൃജ്യതൗരാത്മനന്യസൗഹൃദ ഹൃദോപഗുഹ്യാവസിതം സമാഹിതേ ഏതദധിഗച്ഛന്തി വിഷ്ണോർയൽപരമം പദം അഹം മമേതി ദൗർജന്യം നയേഷാം ദേഹഗേഹജം അതിവാദാം വിദക്ഷേതാനാവമന്യേതരഞ്ജന നജേമം ദേഹമാശ്രിത്യ വൈരം ഗുർഭീതകേനചിത് നമോ ഭഗവതേ തസ്മൈ കൃഷ്ണായ കുണ്ഠമേതസേ യൽപാദാംബുരുധധ്യാനാൽ സംഹിതാമദ്യഗാമിമാം ശൗനക ഉവാച പൈലാദിവ്യാസശിഷ്യേ വേദാചാര്യ മഹാത്മഭി വേദാഷ്ടകഥിതാവ്യസ്ത ഏതത് സൗമ്യാഭിദേഹിന സൂത ഉവാച സമാഹിതാത്മനോ ബ്രഹ്മൻ ബ്രഹ്മണ പരമേഷ്ഠിന ഹൃദ്യാകാശമപൂർണാദോ വൃത്തിരോധാ വിഭാവ്യതേ യദുപാസനയാ ബ്രഹ്മൻ യോഗിനോ പരമാത്മന ദിവ്യക്രിയാകാരകാഖ്യം ദൂത്വായാന്ത്യപുനർഭവം തതോ പുത്രവൃതോംകാരോ യോ വ്യക്തപ്രഭോസ്വരാൻ യത്തല്ലിംഗം ഭഗവതോ ബ്രഹ്മണ പരമാത്മന ശൃണോതി യൈമം സ്ഫോടം സുപ്തശ്രോത്രേ ശൂന്യതേ തേന വാപ്യജ്യതേ യസ്യ വ്യക്തിരാകാശാത്മന സ്വധാംനാ ബ്രഹ്മണ സാക്ഷാത്വാചക പരമാത്മന സ സർവമന്ത്രോപനിഷദ്വേദബീജം സനാതനം തസ്യ ഹ്യാസംശ്രയോ വർണ്ണാകാരാദ്യഭൃഗുദ്വഹ ധാര്യന്തേ ശ്രയോ ഭാവാ ഗുണനാമാർത്ഥവൃത്തയാ തദോക്ഷരസമാംനായമസൃജൽ ഭഗവാനജ അന്തസ്തോക്ഷ്മസ്വരസ്പർശാം ഹ്രസ്വദീർഘാതിലക്ഷണം തേനാസോ ചതുരോ വേദാം ചതുർഭിർവദനേ വിഭോ സവ്യാഹൃതികാൻ സോങ്കാര സാദുർഹോത്ര വിവക്ഷയാ പുത്രാനധ്യാപയാം താം സുബ്രഹ്മശ്രീൻ ബ്രഹ്മഗോവിദാൻ തേതു ധർമ്മോപദേഷ്ടാരാസോ പുത്രേഭ്യ സമാദിശൻ തേ പരമ്പരയാ പ്രാപ്ത തത്തച്ഛിഷ്യേ ധൃതവ്രതേ ചതുർയുഗേഷ്വധവ്യസ്താൻ ദ്വാപരാദോ മഹർഷിഭിः ക്ഷീണായുക്ഷൻ ക്ഷീണസത്വാൻ ദുർമേധാൻ വീക്ഷ്യകാലത വേദാൻ ബ്രഹ്മർഷയോ യുവസ്യൻ ഹൃദിസ്ഥാച്യുതജ്യോതിത अस्मिन्नभ्यन्तरे ब्रह्मन् भगवान् लोकभावन ब्रह्मेशादि लोकपाले याचितो धर्मगुप्तये पराशरान् सत्यवत्यां वंशां शकलया विभु अवतीर्णो महाभाग वेदं चक्रे चतुर्विधं सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द വ്യാസാവതാരം ഒരിക്കൽ കൂടെ ഈ അധ്യായത്തിൽ ഒന്ന് പറഞ്ഞു വച്ചിരിക്കുകയാണ്. വ്യാസൻ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവതാരം പറയണമല്ലോ. ഇതിനു മുമ്പ് സൂചിപ്പിച്ചതാണെങ്കിലും ഇവിടെ ഇപ്പോൾ അതൊന്നുകൂടെ ആവർത്തിക്കപ്പെട്ട രംഗം. പിന്നീട് അദ്ദേഹം വേദങ്ങളെയൊക്കെ രസിച്ചത് ഒക്കെയാണ് പറയുന്നത്. പൈലായ സംഹിതാമാദ്യം ബഹ്രജാഖ്യോ വാചകാം വൈശമ്പായന സജ്ഞായ നിഗതാഖ്യം യജോർഗണം സാമ്നാം ജൈമിനയേ പ്രാഹാദധാജൻ രോഗസംഹിത അഥർവാംഗിരസീം നാമസു ശിഷ്യായ സുമന്തവേ പൈലാസ സംഹിതാമോജ ഇന്ദ്രപ്രമിതയേ മുനി ഭാഷ്കളായ സോപ്യാഹ ശിഷ്യേഭ്യഃ സംഹിതാം സുഖം ചതുർത്ഥാവ്യസ്യ ബോധ്യായ ജ്ഞവൽക്യായ ഭാർഗവ പരാശരായ അഗ്നിമിത്രേ ഇന്ദ്രപ്രമതിരാത്മവാൻ അധ്യാപയൽ സംഹിതാം സമാണ്ഡുകേം ശ്രീകവീം തസ്യ ശിഷ്യോ ദേവമിത്ര സൗഭജ്യാതിഭ്യൂജിവാൻ
शाकल्यसत्सुतस्वां दो पञ्चधामस्य संहिता वास्यमुत्तरशानिया गोभल्य शिशिरेशकाल जादुवत्नस्य तच्छेष्या सरियुक्तासु संहिता परागवैकवैतानिर्जेभ्यो ददौ मुनि भाष्करप्रतिशाखाभ्यो वारगित्यादि संहिता चक्रे बालाय तद्भज्यापासारश्चैवकान्तितो व्यभ्रजा संहिता मेधा एभिर्ब्रह्मशिभिर्नृता शुद्धैकच्छन्दसाम्यासं सर्वभावै प्रमुच्यते वैशम्पाय शिष्यामि जलगाधर्वो भवन् यच्छेदु ब्रह्मवत्याभाषणं सुपुरोमृतं याज्ञवल्क्यशिष्याः आहो भगवन्त्ययत् चरितेनात्मसाराणां जनिष्येकं सुदुश्चिरम् इत्युक्तो गुरुरप्याः कुविदो व्याख्यनं त्वया विप्रावमन्त्राशिष्येण तदीतं त्वजाश्रिते देवरातसुरसोऽपि चक्षित्वा इदुषां गणन् ततो गतो नमनयो ददृशस्थान्यजोर्गणन् यजोंसिदित्तिरा भूत्वा लोलुपदया ततो नैत्तिरीयामिदीयजुषामासन् सुवेशला याज्ञवल्क्यसदो ब्रह्मन् छन्दांसरिनिवेशयन् गुरोरविद्यमानानि सुपदस्ते तमीश्वरम् याज्ञवल्क्य उवाच ओम नमो भगवते आदित्याय जगदात्मस्वरूपेण कालस्वरूपेण चतुर्विधभूतनिकायानां ब्रह्मादिस्तम्भवैजन्तानाम् अन्तर्हृदयेषु विग्रहे च आकाशे भोगादिना भवतीयमानो भवानेक एव क्षणलवनिमेषावयवो विदितसंवत्सर यणानावामादानां सर्गाभ्यमिमा लोकयात्रामनुभवति यदुभवामकृतश्रवा समितरस्तकभक्त्यनुसवनम् अगर्हराम्नाय विष्णोपदिष्टमानानाम् अखिल दुरितवृजिन बीजावभर्जन भगवता समभिधीमहि तवनमण्डलम् एकभावास्करजनिगराणां निजनिकेतनानामनैत्रिया सुगणाननात्मना स्वयमात्मान्तर्यामि प्रचोदयति एवेमं लोकमधिकरालोचनान्तमानसज्ञानकरगृहगलितं मृतकमिव विजेतनमवलोक्यानुकम्पया परमकारुणिका वीक्षयेद्विमोद्भाव्यामनगतसवनं श्रेयसि सुधर्माख्यात्मावस्थाने प्रयतयदीपमरिमति निवासामुना भयमुदीरयन्नडति परितमाशामाने सत्रतत्र कमलकोशाञ्जलिभिर्वृन्दार्पण अधगा भगवंस्तव चरणनलिनयुगलं त्रिभुवनं त्रिभिर्वन्दितमहमयादयामि चुकामुपसरामीति सूतकवाच एवं सुदर्शभगवान् वाचिरूपधरोहरि यजुंशयादयामानि मुनयो दाल्पसादिता यजुभिलग्नोच्छागादशपञ्चशतैर्विभो जगृहो वाचसंन्यस्ता माण्डमाद्यन्तिनादया कैमिने सामतस्यासि सुमन्दुस्तनयो मुनि सुन्नां सुदर्शुदस्ताभ्याम् एकैकां प्राणसंहिता सुधर्मा जातच्छिष्या सामवेदधरो महान् सहस्रा संहिता भेदचक्रे साम्नन्दोद्विजा हिरण्यनाभकौसल्या कौशिल्यश्च सुधर्मणा शिष्योऽतिगृहदुश्चान्या अवद्यो ब्रह्मविद्तमा उदीच्या सामगा शिष्या आसन् पञ्चशतानि वै कौशिल्यादयोश्चावेतां शर्माञ्चक्षरे लौकाशन्माङ्गलिं कुल्यकुशीलकुक्षिरेवजा कौशिल्यशिष्यादिगृहो संहिता श्रीशतं शतम् युधो हिरण्यनामस्य चतुर्विंशति संहिता शिष्यौ शिष्येभ्यः शेषाः वन्द्यात्मवान् श्रीहरये नमः श्रीकृष्णार्पणमस्तु श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां द्वादशस्कन्धे वेदशाखाप्रणयनं नाम षष्ठोऽध्याय सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द संहितां सौविबध्याय वेददर्शाय चोक्तवान् शौक्लाय निर्ब्रह्मबलिर्मोदोषक्षिप्तरायणी वेददर्शस्य शिष्यास्ते भक्तशिष्यानघोषो उपदर्शनको ब्रह्मजागरिश्चाप्यधर्मभिर्भद्रशिष्योधागिरससैन्धवानेव च अधीयतां संहितेभ्ये सावर्ण्याद्यास्तथा भयेनक्षत्रप्रशान्तिश्च ऋषिमान्दिरसादयाम् एलया अथर्वणाचार्याश्रमपौराणिकान्मने त्रय्यानिकश्यपश्चासावत्निककृतवर्णा वैशम्पायनहारी दोषद्वै पौराणिकाहिने अधीयन्तव्यासशिष्यात् संहितां मत्पितुर्मुखात् एकैकामहमेतेषां शिष्यस्सर्वासमध्यतां कश्यपो पञ्चसावर्णिरामशिष्यो कृतवर्णः अधीमतिव्यासशिष्याचतस्रो मूलसंहिताः प्राणलक्षणं ब्रह्मं ब्रह्मर्षिभिर्निरूपितं शृणुष्व बुद्धिमासत्यवेदशास्त्रानुसारदा स्वर्गोऽस्याथ विसर्गश्च वृत्तिरक्षान्धराणजा वंशो वंशानुचरितं संस्थाकेतुर्भाषया दशभिर्लक्षणैर्युक्तं पुराणं तद्विदो विदुः केचित् पञ्चविधं ब्रह्मन्महदप्रव्यवस्थया अव्याकृतकुमक्षोभान् महदस्त्रहृदोगमा भूतमात्रेन्द्रियार्थानां सम्भवः सर्ग उच्यते पुरुषानुगृहीतानामेतेषां वासनामया सर्गोऽयं समाकारो बीजात् बीजं चराचरं
വൃത്തിർഭൂതാനി ഭൂതാനാം ചരാണാം ചരാണി ച തദാസ്മേന നൃണാം തത്ര കാമാക്ഷോദനയാഭിവ രക്ഷാച്യുതവതാരേവ വിശ്വസ്യാനീകൈകേ തിരിയം മർത്യർഷിദേവേഷു ഹന്യന്തേ സ്ത്രയേദ്യുഷ മന്വന്തരമനുർദേവാമനുപുത്ര സ്വരേശ്വര ക്ഷയോം ശാവതാരശ്ച ഹരേ ഷഡ്വിധമുച്യതേ രാജ്ഞാ ബ്രഹ്മപ്രസൂതാനാം വംശസ്ത്രൈകാലികോ അന്വയ വംശാനുചരതം തേഷാം വൃത്തം വംശധരാശ്ചയേ നൈമിത്തികപ്രാകൃതികോ നിത്യാത്യന്തികോരയ സംസ്ഥേതികവിഭിപ്രവക്ത ചതുർധാസ്യ സ്വഭാവത ഏതോജീവോസ്യ സർഗാവേരവിദ്യാകർമ്മകാരക യംശാംശിനം പ്രാപരണ്യാമുദാമുപ യംശാംശിനം പ്രാപരണ്യാമുദാപരെ വ്യതിരേകാന്വയോ യസ്യാജാഗ്രൽ സ്വപ്നസുഷുപ്തിഷു മായാമേഷു തദ്ബ്രഹ്മാജീവവൃത്തിഷഭാഷയ പദാർത്ഥേഷു യഥാ ദ്രവ്യം സന്മാത്രം രൂപനാമസു ബീജാതവിദ്യതാന്താസോ ഹൃസ്ഥാസു വിദാവിദം വിരമേതേതാ ചിത്രം ഹിത്വാ വൃത്തിത്രയം സ്വയം ലോകേന വാ തദാത്മാനം മേ ദേഹായ നിവർത്തതേ ഏവം ലക്ഷണലക്ഷ്യാണി പുരാണാനി പുരാഭിര നയോഷ്ടാദശ പ്രാഗുക്ഷുള്ളകാനി മഹാം ദിശ ബ്രാഹ്മം വാത്മം വൈഷ്ണവം ച ശൈവം ലൈംഗം സകാരുണം നാരാദീയം ഭാഗവതം ആഗ്നേയം സ്കാന്ദസംവിദം ഭവിഷ്യം ബ്രഹ്മവൈവർത്തം മാർക്കണ്ഡേയം സവാമനം നാരാഹം മാത്സ്യം കൗർവം ച ബ്രഹ്മാണ്ഡാഖ്യമതി ത്രിഷഡ് ബ്രഹ്മന്നിധം സമാഖ്യാതം ശാഖാ പ്രണയനം മുനേ ശിഷ്യശിഷ്യപ്രശിഷ്യാണാം ബ്രഹ്മതേജോ വിവർദ്ധനം ശ്രീമദ്ഭാഗവതേ മുഖാപുരാണേ പാരമാംസ്യ സംവിധായം ദ്വാദശസ്കന്ധേ സപ്തമോധ്യായ സർവത്ര ശൗനകവാച സൂതജീവജലം സാധോദനോ തഥാമര നമസ്യവാരേ ഭ്രമദാനൃണാം ത്വം ഭാരദർശന ആദിശ്ചിരായുഷം ഋഷിം മൃഗണ്ഡതനയം ജന കൽപ്പാന്തേർവരിതോ യേന ഗ്രസ്തമിദം ജഗൽ സവാസ്മൽകുലോൽപന്നഃ കൽപേസ്മിൻ ഭാർഗവഋഷഭ നൈവാധുനാ വിഭൂതാനാം സംപ്ലവഃ കോപജായതേ ഏക ഏവാർണവേ ഭ്രാമ്യന്തദർശപുരുഷം ഗിര പ്രഭദ്രപടേതോകം ശയാനന്ദേ കമൽബുധം കേഷണ സംശയോ ഭൂയാം സൂതകൗതൂഹലം യദ തന്നച്ഛന്തി മഹായോഗിം പുരാണേഷു വിസമ്മത സൂതൗവാച പ്രശ്നസ്ത്വയാമഹർഷേയം കൃതോ ലോകഭ്രമാപക നാരായണ കഥാ യത്ര ഗീതാ കലിമലാഭക പ്രാപ്തദ്വിജാതി സംസ്കാരോ മാർക്കണ്ഡേയഃ പിതുക്രമാത് ഛന്ദാംസധീത്യധർമ്മേണാദവസ്വാധ്യായ സംയുത പ്രഗൽവ്രതധരശാം ദോജടിരോവൽക്കലാംബര വിഭ്രൽ കമണ്ഡലം ദണ്ഡം ഉപവീതം സമേഖലം കൃഷ്ണാജനം സാക്ഷസൂത്രം കുശാംശനയമർദ്ധയേ അഗ്ന്യർക്ക് ഗുരുവിപ്രാൽമസ്വർച്ചയം സന്ധ്യയോർഹരിം സായം പ്രാതസ്സ ഗുരവേ ഭൈക്ഷ്യമാഹൃത്യവാഗ്യത ബുഭുജേ ഗുരുവനജ്ഞാതസ്സകൃന്നോ ചേതുഘോഷിത ഏവം സ്വാധ്യായപരോ വർഷാണാമയുധായുധം ആരാധകൻ കൃഷികേശം ജിഗ്യേ മൃത്യും സുദുർജയം ബ്രഹ്മ ഭൃഗുർഭവോ ദക്ഷോ ബ്രഹ്മപുത്രാശ്ചയേവരേ നൃദേവ പിതൃഭൂതാനി തേനാസന്നതി വിസ്മിത ഇത്തം ബൃഹൽവ്രതധരസ്തവ സ്വാധ്യായ സംയമൈ ദധ്യാവതോക്ഷണം യോഗി ദുസ്തക്ലേശാന്തരാത്മന തസ്യൈവഞ്ചതശ്ചിത്തം മഹായോഗേന യോഗിന വിധീയായ മഹാകാലോപന്വന്തർഷണാത്മക ഏതൽ പുരന്തരോ ജ്ഞാത്വാ സപ്തമേസ്മിൻ കിലാന്തരേ തപോ വിശങ്കിതോ ബ്രഹ്മണ്ണാരേഭേതൽ വിഘാതനം ഇന്ദരവാപ്സരസകാമം വസന്തമലയാനിലൗ ഉനയേ പ്രേഷയാമാസ രജസ്തോകമതൗ തഥാ തേവൈ തദാശ്രമം ജഗ്മർഹിമാദ്രേ പാർശ്വോത്തരേ പുഷ്പഭദ്രാനദി യത്ര ചിത്രാഖ്യാ ച ശിലാ വിഭോ തഥാശ്രമപദം പുണ്യദ്രുമലതാഞ്ചിതം പുണ്യദ്വിജകുലാകീർണം പുണ്യാമലജലാശയം മത്തഭ്രമരസംഗീതം മത്തകോകിലകൂചിതം മത്തപർഹിനടാരോപം മത്തദ്വിജകുലാകുലം വായുപ്രവിഷ്ടാദായ ഹിമനിർജ്ജരശീഘ്രാൻ സുമനോഭിഃപരിഷുക്തോപവാവുത്തം ഭയം സ്മരം ഉദ്ധ്യചന്ദ്രനിശാവക്ത്രപ്രവാളസ്തവകാളിഭിः ഗോപദ്രുമലതാചാലൈസ്തത്രാസീൽ കുസുമാകര അന്വീയമാനോ ഗന്ധർവൈർഗീതവാദിത്രയൂഥകൈः അദൃശ്യതാത്തജാപേഷോ സ്വസ്ത്രീയൂഥവതി സ്മര ത്വാഗ്നിം സമവാസീനന്ദദൃശുശക്രങ്കര നീലിതാക്ഷം ദുരാദർശം മൂർത്തിമന്ദമിവാനനം നന്ദൃദുസ്തസ്യ വൃതസ്ത്രിയോതോകായകാജഗോ മൃദംഗവീണാവണഭേഹാദ്യം ചക്രുർമനോരമം സന്ദഭേസ്ത്രം സദൃശീകാമപഞ്ചമുഖം ദദാ മധുർമനോരഥസ്ഥോക ഇന്ദ്രഭൃത്യാ വികമ്പയൻ ക്രീഡന്ത്യാഃ പഞ്ചികസ്ഥല്യാഃ കന്ദുകൈസ്തനഗൗരവാൽ വൃഷമദ്വിഗ്നവധ്യായാഃ കേശവിസ്രംസിതസ്രജാ ഇതസ്തതോ ഭ്രമൽദൃഷ്ടേശ്ചരന്ധ്യാനുകന്തുകം വായുർജകാരദ്വാസ സൂക്ഷ്മം ദൃഢമേഖലം സസർജതതാപാണം മത്വാദം സുജിതം സ്മര സർവം തത്രാപവന്മോഖമനീശസ്യഗധോദ്ഭവ ഹിത്തമപകുർവന്തോ മുനേസ്തത്തേജസാമുനേ ദഹ്യമാനാനിവൃതു പ്രബോധ്യാ കിമിവാർഭഗാഗ ഇതീന്ദ്രാനുചരൈർബ്രഹ്മം ദർശിതോപി മഹാമുനി എന്നാഗാദഹമോ ഭാവം ന തച്ചിത്രം മഹൽസുഖി
दृष्ट्वा निस्तेजसं कामं सगणं भगवान् स्वराड् श्रुत्वानुभावं ब्रह्मर्षेर्विस्मयं समकाल्पनं तस्यैवं किञ्चदश्चित्तं तपस्वाध्याय संयमैः अनुग्रहाय विरासीन् नरनारायणो हरि सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द श्री बद्रीनाथ भगवान की जय। तौ शुक्लकृष्णौ नवकञ्चलोचनो चतुर्भुजौ रौरववल्कलाम्बरौ पवित्रवाणी उपवेततन्त्रवृत्कमण्डलं दण्डव्रजं च वैणवं पद्माक्षमालापुतचन्दुमार्जनं वेदं च साक्षात् तपैव रूपिणौ तपत्तडित्वर्णभिशङ्करोचिषाभ्रांशो तथानो विवधर्षभार्चितौ ते वै भगवतो रूपे नरनारायणा ऋषि दृष्ट्वोत्थायादरेणोच्चैर्ननामाङ्गेन दण्डवत् सतल्सन्दर्शनानन्दनिर्वृतात्मेन्द्रियाशय हृष्टरोमाश्रुपूर्णाक्षोणसेहे तावदीक्षितं उत्थाय प्राञ्जलिप्रक्वौ सुख्यादाश्लिषन्निव नमो नमैदीशानोपभाषे गद्गदाक्षरा तयोरासनमादाय पादयोरवनिज्यज अर्गणेनानुलेपेन धूपमाल्येन पूजयल् सुखमासनमासीनो प्रसादाभिमुखौ मुनि पुनरानम्यवादाभ्यां गरिष्ठाविदमब्रवीद् मार्कण्डेय उवाच किं वर्णये तव विभो इदुदीरिदोषु संस्पन्दते तमनुवाङ्मन इन्द्रियाणि स्पन्दन्ति वै तनुभृताम च सर्वयोश्च स्वस्याप्यथापि भजतामसि भावबन्धु मूर्ति मे भगवतो भगवंस्त्रिलोक्याक्षेमाय तापविरमाय च मृत्युजित्यै नानाभिभर्षवितुमन्यतनूर्यथेदं सृष्ट्वा पुनर्ग्रसिषु सर्वमिवोर्णनाभि तस्याविदुस्थिरचरेषु दुरङ्घ्रिमूलं यस्तन्न कर्मगुणकालरुचस्पृशन्ति यद्वै स्तुवन्ति ननमन्ति यचन्द्यभीक्ष्णं ध्यायन्ति वेदहृदया मुनयस्तदाप्त्यै नान्यं तवाङ्घ्रिपनया तपवर्गमूर्ते क्षेमं जनस्य परितोभिय ईश विद्मा ब्रह्मा बिभेत्यमलमतोतिपरार्धतिष्ण्यः कालस्य ते किमुत तल्कृतभूतिकानां तद्वै भजामि हृदति यतवः पादमूलं हित्वेदमात्मच्छति चाल्मगुरोः परस्य देहाद्यपार्थमसदन्त्यमभिज्ञमात्रं निन्देत ते तर्हि सर्वमनीषितार्थं सत्वं रजस्तम इदीशतवाल्पबन्धो मायामयास्तितिलयोदय हेतवोऽस्यां लीलाधृता यदपि सत्त्वमयी प्रशान्त्यै नान्ये दृढां व्यसनमोहभियश्चयाभ्यां तस्मात्तवेह भगवन् तदावकार शुक्लां तनुं स्वदगिदां कुशला भजन्ति सात्वदा पुरुषरूपमुशन्ति सत्त्वं लोको यतो भयमुदात्मसुखं न जान्यल् तस्मै नमो भगवते पुरुषाय भूम्ने विश्वाय विश्वगुरवे परदेवताय नारायणाय ऋषये च नरोत्तमाय हंसाय संयतगिरे निगमेश्वराय यं वै न वेदविदथाक्षपतैर्भ्रमद्भिः सन्दं सुखेषु सुषु हृद्यपि तन्मायया व्रतमतिस्सव एव साक्षाल् आद्यस्तवाखिलगुरोर्वसाद्यवेदं यद्दर्शनं निकम आत्मरहः प्रकाशं मुह्यन्ति यत्र कवयो च परायदन्द तं सर्ववादविषयप्रतिरूपशीलं वन्दे महापुरुषमात्मनि गूढबोधं श्रीमद्भागवते महापुराणे पारमांस्यां संहितायां द्वादशस्कन्धे अष्टमोऽध्याय सर्वत्र गोविन्दनाम संकीर्तनम् നാരായണ ഹരി നാരായണ
ദുഃഖത്തെ ഇല്ലാതെയാക്കിയിടുന്നു ദ്വാരകാവാസന്റെ ദിവ്യലീല. സൂതൻ വിധി പോലെ ചൊല്ലിയിടുന്നു ശൗനകമാമുനി കേട്ടിടുന്നു. നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ. കുന്തിയും ഭീഷ്മരും ഭക്തിയോടെ കാരുണ്യരൂപനെ വാഴ്ത്തിയിടുന്നു. ശാപം ലഭിച്ച പരീക്ഷിത്തിന്റെ താപമാറ്റാൻ ശ്രീശുരനുമെത്തി. നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ. 4 ശ്ലോകങ്ങളാൽ നാരായണൻ നാൻമുഖനേകിനാൻ ഭാഗവതം. നാരദനേകിയതിനെ ഭക്ത്യാ നാരദൻ വ്യാസനും നൽകി ഭാഗ്യം. നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ. 10 ചേർന്ന ആയിരങ്ങൾ പാവന ലീലതൻ ശ്ലോകജാലം. 12 ധന്യമാം സ്കന്ധങ്ങളായി പാടിനാൻ വ്യാസനും ഭാഗവതം. നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ. ഭാഗവതം പാടു മുക്തി നേടൂ ഭാഗവതം പാടു ഭക്തി നേടൂ. ഭാഗവതം നേടു ഭക്തടത്തിൽ ഭക്തനെ കാക്കുവാൻ കൃഷ്ണനെത്തും എന്നും ഭക്തനെ കാക്കുവാൻ കൃഷ്ണനെത്തും. നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ 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 ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി 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 നാരായണ
നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ വാസുദേവായ കൃഷ്ണായ സാത്വതാം പദയേ നമഃ സ്വച്ഛന്ദോ വാക്തദേഹായ വിശുദ്ധജ്ഞാനമൂർത്തയേ സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനേ നമഃ കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാ ലോകനാഥേന സനാഥ വയമച്യുത കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദായ നമോ നമഃ ഇത്രയും കാരുണ്യം ഞങ്ങളിൽ ചൊരിഞ്ഞതും ചിത്രം നടിപ്പതും ചിത്രം തന്നെ രണ്ടും കൂപ്പി ഞാൻ വീണ്ടു ഇരക്കുന്നു നീരജലോചന നിന്നോടായി പ്രിയേ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയൊഴിച്ചൊന്നും വേണ്ട നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ശ്രീമദ് ഭാഗവതത്തിലെ വളരെ പ്രാധാന്യമായ ഒരു പുരാണം നമ്മൾ വായിക്കുകയും കേൾക്കുകയും അതോടൊപ്പം തന്നെ ഭഗവാന് പാലഭിഷേകം ചെയ്ത് സുരഭീദേവിയും ദേവേന്ദ്രന്റെ വാഹനം എന്ന് പറയപ്പെടുന്ന ഐരാവതവും അനുഭവിച്ച ആ ആനന്ദം നമുക്ക് ഭഗവാൻ നൽകി, എങ്കിൽ അതിനുള്ളൊരു അവസരം നൽകി. നമുക്കാവുന്ന പോലെയൊക്കെ നമ്മളും അത് നിർവഹിച്ചു എന്ന് ചുരുക്കം. ഇന്ദ്രൻ പെയ്യിപ്പിച്ച ഘോരമായ മഴയിൽ നിന്ന് വേണമെങ്കിൽ മറ്റൊരു വലിയ ലോകം കണ്ട പ്രകൃതി ദുരന്തമാകേണ്ടതിനെ ഭഗവാൻ എത്ര നിസാരമായിട്ടാണ് അതിനെ ഇല്ലാതാക്കി തീർത്തത്. ഭൂമാതാവായ സുരഭീദേവിക്ക് ഭഗവാന്റെ മുമ്പിൽ ഉണർത്തിക്കാനുള്ളതാണ്. എൻ്റെ വർഗങ്ങളെ മുഴുവൻ അവിടുന്ന് പരിപാലിച്ചല്ലോ. എൻ്റെ വർഗത്തിൽപ്പെട്ടവർക്ക് എല്ലാവർക്കും അവിടുന്ന് ബ്രഹ്മാദി ദേവന്മാരെ എങ്ങനെയാണോ അവിടുത്തെ സേവിക്കുന്നത് അതുപോലെ സേവിക്കാനുള്ള അവസരം നൽകി. മാത്രമല്ല, ചില പൈകളുടെ അകിടിൽ ചെന്ന് അവിടുന്ന് നേരെ പാല് കുടിച്ചു. ആ പൈക്കൾ അനുഭവിച്ച, നന്ദിനി പൈക്കളൊക്കെ അനുഭവിച്ച ആ ബ്രഹ്മാനന്ദത്തിന് കണക്കുണ്ടോ ഭഗവാനെ?
ഭൂമിയുടെ ഭാരം തീർക്കുക എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് ഒരു സങ്കല്പം മാത്രം കൊണ്ട് തീർക്കാം. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ ഇറങ്ങി വന്ന് ഇടയിൽ നിന്ന് ഇടയച്ചെറുക്കനായി അവിടുന്ന് എല്ലാവരെയും സമമായി കണ്ടുകൊണ്ട് അനുഗ്രഹിച്ചു. മനുഷ്യനെന്നോ മൃഗമെന്നോ പ്രകൃതിയെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വൃദ്ധന്മാരെന്നോ വൃദ്ധജനങ്ങളെന്നോ കുട്ടികളെന്നോ എന്നുള്ള എല്ലാത്തിനും അതീതമായി നിന്നും കൊണ്ട് അവിടുന്ന് അനുഗ്രഹിച്ചത്. അതാണ് എന്നെ സന്തോഷിപ്പിച്ചത് എന്നാണ്. അതുപോലെ തന്നെയാണ് നമുക്കും ഇവിടെ നിന്ന് സാധിച്ചത്. വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ നല്ലവനെന്നോ ചീത്തയെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ധനം ധാരാളം ഉള്ളവനെന്നോ ദരിദ്രനെന്നോ ഇങ്ങനെയുള്ള ഒരു വ്യത്യാസമില്ല. ഈ പ്രായം കൊണ്ട് നോക്കുമ്പോഴോ 90 കഴിഞ്ഞവര് മണ്ണിലോടി മങ്ങിരുന്നു മുഖം തിരിഞ്ഞിരുന്നു നിന്നമ്മേ തീരു കാണാൻ കയ്യല്ലോ വസ്തുക്രേയും കാളനും ചോറും കട്ടക്കൈരും തമ്മന്തിയും വെണ്ണനെയ്യും വിളമ്പിട്ടും ഉപ്പുമാമയങ്കരി കുട്ടിയെ കരുപപ്പടം എന്നീരെല്ലാം വിളമ്പിട്ടും നിന്നോടെ കിണ്ണത്തിൻ ചുറ്റും കിണ്ണവും വെച്ചു കാത്തിരിക്കുന്നു കൊമ്പും ചോരൻ പക്ഷത്തിൽ വെക്കാം അമ്പരം വെക്കാം അങ്ങന്മാരും അങ്ങേരോ ഗോവിന്ദ കൃഷ്ണയോടെ വരുന്നു ശങ്കര വിഷ്ണു ബ്രഹ്മാനും പുണ്യം നേടാനും ആദവേശത്തിൽ യാക്കോക്കുന്നു നീയുണ്ട കിണ്ണം ഭിന്നവ പീഡാരാംഗം പൂണ്ടവ പഞ്ചസാര പായസം ഉന്നോകി കേടുത്തിടും ഇന്നൂകൾ ഗോവിന്ദ ഗോവിന്ദ പട്ടത്തൈരം പരിപ്പും വെണ്ണയും ചക്കവും കൂട്ടിയും ചൂർണകുന്തളം നീളം കേൾക്കില്ല അന്നയും നീനാമങ്ങനെ ആരു കൊണ്ടുപോയി കാക്ക കൊണ്ടുപോയി പൂജ കൊണ്ടുപോയില്ല പിന്നെ
ഗുരുവായൂരേശ രാധാകൃഷ്ണ ശ്രീമഹേശ്വരി പാർവതി ശങ്കരി കാളിമഹേശ്വരി പാർവതി ശങ്കരി നന്ദകുമാര നവനിത ചോര ഗോപകുമാര ഗോകുലനാഥ രാധാരമണ മുകുന്ദ മുരാരേ ഗുരുഭവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം ശരണം മേ തവ ചരണയുഗം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ും